ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾക്ക് നമ്മുടെ സുവോളജിയുടെ നെക്സ്റ്റ് ചാപ്റ്റർ, പുതിയ ചാപ്റ്ററായ എവല്യൂഷനിലോട്ട് കയറാം. ഇനിയുള്ള ചാപ്റ്ററുകൾ കുറച്ച് സിമ്പിളായിട്ടുള്ള നമുക്ക് പറഞ്ഞു പോകാവുന്ന ചാപ്റ്ററുകളാണ്. വായിച്ചാൽ മനസ്സിലാക്കാവുന്നതും മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്ന് എഴുതാവുന്നതുമായ 3 ചാപ്റ്റർ കൂടെയാണ് നിങ്ങൾക്ക് ഇനിയും ഈ വർഷം പഠിക്കാനുള്ളത്. ഓക്കെ, അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് എവല്യൂഷൻ. നിങ്ങൾ എവല്യൂഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എന്താണ് എവല്യൂഷൻ? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. നമ്മളുടെ അതായത് ഈ ഭൂമിയിലുള്ള ഇറ്റ് ഈസ് എ സ്റ്റഡി ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ്. എങ്ങനെ ഭൂമി ഉണ്ടായി, എർത്ത് എങ്ങനെ ഉണ്ടായി, എർത്തിൽ ഉണ്ടാകുന്ന ഓരോ ജീവജാലങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ കാണുന്ന ജീവജാലങ്ങൾ എങ്ങനെ വന്നു, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഉണ്ടാവുന്നത്, പഠിക്കാനുള്ളത്. എവല്യൂഷണറി ബയോളജി വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വാട്ട് ഈസ് എവല്യൂഷണറി ബയോളജി? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. നമ്മുടെ ഭൂമി എർത്തിലുള്ള എല്ലാ ലൈഫ് ഫോംസിനും ഹിസ്റ്ററിയെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്. നിങ്ങളെല്ലാം അധികം നമ്മൾ പഠിക്കുന്നില്ല, വളരെ കുറച്ച് ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാവുന്നതായിട്ടുള്ള വളരെ കുറച്ച് ആനിമൽസിൻ്റെ ഒരു എവല്യൂഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആൻഡ് സ്റ്റെല്ലാർ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഇൻ ലൈറ്റ് ഇയേഴ്സ്. അത് നമ്മൾ സ്റ്റെല്ലാർ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ആകാശത്തുള്ള വസ്തുക്കളുടെ അല്ലെങ്കിൽ സ്റ്റാർ, സൺ, അതൊക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ലൈറ്റ് ഇയേഴ്സിലാണ്. ദ ഒറിജിൻ ഓഫ് ലൈഫ് ഈസ് കൺസിഡേർഡ് എ യൂണിക് ഈവൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ യൂണിവേഴ്സ്. നമ്മൾക്കറിയാം അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമായിരിക്കും, എങ്ങനെ നമ്മളൊക്കെ ഉണ്ടായി, നമ്മൾക്ക് മുമ്പുള്ള ജീവൻ എന്താണ്, ആദ്യമേ എങ്ങനെയായിരുന്നു ജീവൻ ഉണ്ടായിക്കഴിഞ്ഞത് അല്ലേ? അപ്പോൾ ഇത് ഒറിജിനൽ ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു ജീവൻ ഈ ഭൂമിയിലുണ്ടാവും, യൂണിവേഴ്സിൽ ഉണ്ടാവുക. ഇറ്റ്സ് എ യൂണിക് ഈവൻ്റ് ആണ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് യൂണിവേഴ്സ്. അതിൽ പലതുണ്ട്. ഇപ്പോൾ നമ്മൾ ബൈബിളിൽ വിശ്വസിക്കുന്നവർ അവരപ്പോൾ ദൈവം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. അതുപോലെ ഓരോ ഖുറാനിൽ, ഭഗവത്ഗീതയിൽ എല്ലാത്തിലും ഉണ്ട് അവരുടേതായ ഒരു ഐതിഹ്യം ജീവനെക്കുറിച്ച് അല്ലേ? ഇതല്ലാണ്ട് സയൻസിൽ വിശ്വസിക്കുന്നവർക്ക് അത് വേറൊന്ന്, അതായത് കോമ്പിനേഷൻ ഓഫ് പല കോമ്പൗണ്ട്സിൻ്റെ കോമ്പിനേഷൻ മൂലം ലൈഫ് ഉണ്ടായി എന്നും വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഹിസ്റ്ററി ഓഫ് ദി യൂണിവേഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ ദ ഒറിജിൻ ഓഫ് ലൈഫ് ഈസ് എ യൂണിക് ഈവൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ്? അപ്പം ആദ്യമേ ഇപ്പോൾ ഈ ലൈഫ് ഉണ്ടാവുന്നതിന് മുമ്പ് ഫസ്റ്റ് ഉണ്ടാവേണ്ടത് എന്താണ്? യൂണിവേഴ്സാണ് അല്ലേ? യൂണിവേഴ്സ്, പിന്നെ എർത്തിലാണ് ലൈഫ് ഫോം ചെയ്യണത്. ഓക്കെ, എന്താണ് യൂണിവേഴ്സ്? Universe is very old, that means almost 20 billion years old ആണ് യൂണിവേഴ്സ്. ഹ്യൂജ് ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസ് കംപ്രൈസ് ദ യൂണിവേഴ്സ്. അണ്ടർലൈൻ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഹ്യൂജ് ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസ് കംപ്രൈസസ് ദ യൂണിവേഴ്സ്. എന്താണ് ഗാലക്സി? ഗാലക്സീസ് കണ്ടെയ്ൻ സ്റ്റാർ ആൻഡ് ക്ലൗഡ്സ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ്. നമുക്ക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസിൻ്റെ ഒരു ക്ലസ്റ്ററാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗാലക്സീസ് കണ്ടെയ്ൻ എന്തൊക്കെയുണ്ട്? സ്റ്റാർസ് ഉണ്ട്, ക്ലൗഡ്സ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ് ചേർന്നതാണ് ഗാലക്സീസ്. ആൻഡ് കൺസിഡറിങ് ദ സൈസ് ഓഫ് ദി യൂണിവേഴ്സ്, എർത്ത് ഈസ് ഇൻഡീഡ് എ സ്പർക്ക്. ദ ബിഗ് ബാങ് തിയറി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗ് ബാങ് തിയറി, അതായത് യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ബിഗ് ബാങ് തിയറി. ഓരോന്നിനുണ്ട് ഓരോ തിയറി കേട്ടോ. ബിഗ് ബാങ് തിയറി എക്സ്പ്ലെയിൻ ടു അസ് ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി എന്താണ്? ബിഗ് ബാങ് തിയറി. അണ്ടർലൈൻ ചെയ്തിടുക, പഠിക്കുക കേട്ടോ. ബിഗ് ബാങ് തിയറി എക്സ്പ്ലെയിൻ ടു അസ് ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. ഇറ്റ് ടോക്ക് ഓഫ് എ സിംഗുലർ ഹ്യൂജ് എക്സ്പ്ലോഷൻ അൺഇമാജിനബിൾ ഇൻ ഫിസിക്കൽ ടേംസ്. ഇത് അതായത് ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ വഴിയിട്ടാണ്, 1-2 ദിവസം വരെയല്ല, പെട്ടെന്നുള്ളൊരു വിസ്ഫോടനം വഴിയിട്ടാണ് ഈ ഇമാജിനബിൾ ആയിട്ടുള്ള യൂണിവേഴ്സ് ഫോം ചെയ്തിരിക്കുന്നതെന്ന്. എന്താണ് അതിൻ്റെ തിയറി? ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സിന് ഏത് തിയറിയാണ്? ബിഗ് ബാങ് തിയറി. വീണ്ടും പറയാം, ബിഗ് ബാങ് തിയറി. ദ യൂണിവേഴ്സ് എക്സ്പാൻഡഡ് ആൻഡ് ഹെൻസ് ദ ടെമ്പറേച്ചർ came down. Hydrogen and helium formed sometimes later. The gases contained under gravitation
ആൻഡ് ഫോം ദ ഗാലക്സീസ് ഓഫ് ദ പ്രസൻറ്റ് യൂണിവേഴ്സ്. നോക്കൂ എങ്ങനെയാണ് ബിഗ് ബാങ് തിയറി പറയണത്. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ വഴിയിട്ട് അല്ലേ, ഹ്യൂജ് എക്സ്പ്ലോഷൻ വഴിയിട്ട് ബിഗ് ബാങ് യൂണിവേഴ്സ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തു. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റി, ടെമ്പറേച്ചർ താന്നു, കെയിം ഡൗൺ, ടെമ്പറേച്ചർ കെയിം ഡൗൺ. ആസ് എ റിസൾട്ട് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഫോംഡ്. അതിനുശേഷം ഉണ്ടാകുന്നതാണ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ബിഗ് ബാങ് തിയറിയാണ്. അതായത് ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ വഴിയിട്ടാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു. ആസ് എ the result of singular huge explosion, universe expanded. As a result, the temperature came down, and at the same time, or sometimes later, hydrogen and heliums are also formed. Okay, then the gases condense under gravitation and form the galaxies of the present universe. അല്ലേ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു യൂണിവേഴ്സിൽ എന്താണുള്ളത്, ഗാലക്സീസ് ആണ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ഗാലക്സി എന്നാണ്. എങ്ങനെ ഗാലക്സി ഫോം ചെയ്തു, ദ ഗ്യാസസ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്ത പോലെ ഉണ്ടായ ഹൈഡ്രജൻ ഹീലിയം ഗ്യാസസ് ഫോം ചെയ്തു അല്ലേ. ഇത് കണ്ടൻസ് ചെയ്യുന്നത് എങ്ങനെ, അണ്ടർ ഗ്രാവിറ്റേഷൻ വഴിയിട്ട്, ആൻഡ് ഫോം ദ ഗാലക്സീസ് ഓഫ് ദ പ്രസൻറ്റ് ഡേ യൂണിവേഴ്സ്. ദാറ്റ്സ് അബൌട്ട് യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സ് ഒറിജിൻ ചെയ്യുന്ന തിയറിയാണ് ബിഗ് ബാങ് തിയറി. നെക്സ്റ്റ്, ഒറിജിൻ ഓഫ് എർത്ത്. എർത്ത് എങ്ങനെ ഒറിജിൻ ചെയ്തു? ദ സോളാർ സിസ്റ്റം ഓഫ് ദ മിൽക്കി വേ ഗാലക്സി. നമുക്കറിയാം അല്ലേ, സോളാർ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഇൻ ദ സോളാർ സിസ്റ്റം ഓഫ് ദ മിൽക്കി വേ ഗാലക്സി, എർത്ത് വാസ് സപ്പോസ് ടു ഹാവ് ബീൻ ഫോംഡ് അബൌട്ട് 4.5 billion years back. That time there was no atmosphere on early earth. ഏർലി എർത്തിലെ നോ അറ്റ്മോസ്ഫിയർ ആണ്. അതായത് 4.5 billion years ബാക്കിലാണ് എർത്ത് ഫോം ചെയ്തിരുന്നു. ആ സമയങ്ങളിൽ എർത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല. പിന്നെ water vapor, methane, carbon dioxide and ammonia released from molten mass covered the surface. നോക്കൂ, എർത്ത് സർഫസിൽ കവർ ചെയ്തിരുന്ന മോൾട്ടൺ മാസിൽ നിന്നും പിന്നീട് വന്നിരിക്കുന്ന ഇതാണ് എന്താ, ഈ വാട്ടർ വേപ്പർ ഗ്യാസ്. ഇതൊക്കെ വാട്ടർ വേപ്പർ, മീഥേൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അമോണിയ, ഇതൊക്കെ ഏതിൽ നിന്ന് വന്നിരിക്കുന്നതാണ്? ഈ മോൾട്ടൺ മാസ് കവേർഡ് ദ സർഫസ്. The UV rays from the sun broke up water into hydrogen and oxygen, and the lighter hydrogen is escaped. Oxygen combined with the ammonia and methane to form water, carbon dioxide and others. The ozone layer was formed. As it cooled, the water vapor fell as rain to fill all the depression and form oceans. നമുക്ക് എർത്തിൽ, അതായത് ഇപ്പോൾ നമുക്ക് എർത്തിൽ കാണപ്പെടുന്ന എന്തൊക്കെയാണ്? കര കാണാം അല്ലേ, ലാൻഡ് ഏരിയ ഉണ്ട്, അതേപോലെ വാട്ടർ, അതായത് ഓഷ്യൻസ്, സീ, ഇതൊക്കെ ഉണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. എർത്തിൽ കരപ്രദേശം വളരെ കുറവാണ്. അപ്പോൾ ഇതെങ്ങനെ ഫോം ചെയ്തിരിക്കുന്നു? അതായത് എർത്തിൻ്റെ അടുത്ത് ഇത്ര ഇയേഴ്സ് ബാക്കിലാണെങ്കിലും അന്ന് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല എർത്തിൽ. പക്ഷേ എർത്തിൻ്റെ സർഫസിൽ കവർ ചെയ്തിരുന്ന മോൾട്ടൺ മാസിൽ നിന്നും എന്തുണ്ടായി? വാട്ടർ വേപ്പറും മീഥേനും കാർബൺ ഡയോക്സൈഡും അമോണിയയും റിലീസ് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സ് ഉണ്ടായല്ലോ. അപ്പോൾ യൂണിവേഴ്സ് UV റേസ് ഫ്രം ദ സണ്ണിൽ നിന്നും വരുന്ന UV റേസ് മൂലം ഈ വാട്ടർ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ബ്രോക്കപ്പ് ചെയ്ത് എന്തായിട്ട് മാറി? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി. ആൻഡ് ലൈറ്റർ ഹൈഡ്രജൻ എസ്കേപ്പ് ചെയ്തു. സോ ഓക്സിജൻ കമ്പൈൻ വിത്ത് അമോണിയ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ അല്ലേ. ഓക്സിജൻ കമ്പൈൻഡ് വിത്ത് അമോണിയ ആൻഡ് മീഥേൻ ടു ഫോം വാട്ടർ ഫോം ചെയ്തു, കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തു. അങ്ങനെ ഗ്യാസസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. ദെൻ ദ ഓസോൺ ലെയർ വാസ് ഫോംഡ്. ഓസോൺ എന്നൊക്കെ അറിയാം, O3 അല്ലേ. ഓസോൺ ലെയർ ലേറ്റർ ഫോം ചെയ്തു. അതിനുശേഷം ഈ വാട്ടർ വേപ്പറൊക്കെ കൂൾ ചെയ്തപ്പോൾ എന്തായി? അത് റെയിനായിട്ട് വന്നു. ആ റെയിനായിട്ട് വന്നപ്പോൾ എർത്ത് സർഫസിൽ എല്ലാ ഡിപ്രഷൻസും വാട്ടറിനെ ഫില്ല് ചെയ്തു. അങ്ങനെ ഓഷ്യൻസ് ഫോം ചെയ്തു. ദാറ്റ്സ് അബൌട്ട് ഒറിജിൻ ഓഫ് എർത്ത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു കഥ പോലെ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. എർത്ത് എങ്ങനെയാണ് യൂണിവേഴ്സ് ഫോം ചെയ്യുന്ന തിയറി തന്നെ ബിഗ് ബാങ് തിയറി. എന്ന് എന്താ പറയണത്? ഹ്യൂജ് എക്സ്പ്ലോഷൻ വഴിയിട്ട് അല്ലേ, ഹ്യൂജ് എക്സ്പ്ലോഷൻ വഴിയിട്ടാണ് ഈ യൂണിവേഴ്സ് ഫോം ചെയ്യുന്നതെന്നാണ് പറയണത് ബിഗ് ബാങ് തിയറി. അതിൻ്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ കെയിം ഡൗൺ,
ആൻഡ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയംസ് ആർ ഫോംഡ്, ദെൻ ഗാലക്സീസ് ആർ ഫോംഡ്. ഈ കണ്ടൻസേഷൻ ഗ്യാസസ് മൂലം ഗാലക്സീസ് ഫോം ചെയ്തു. അതാണ് യൂണിവേഴ്സിൻ്റെത്. എർത്തിൻ്റെയോ, എർത്ത് ഫോം ചെയ്ത് എങ്ങനെയാണ്? എർത്ത് ഫോം ചെയ്തത് മോൾട്ടൺ മാസ്, എർത്ത് സർഫസിൽ കവർ ചെയ്തിരുന്ന മോൾട്ടൺ മാസിൽ നിന്നും ചില ഗ്യാസസ് ഫോം ചെയ്തു. അതായതൊക്കെയാണ് വാട്ടർ വേപ്പർ, മീഥൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അമോണിയ. അതിനുശേഷം പിന്നെ ഈ ഫോം ചെയ്ത ഗ്യാസസിനെ യു വി റേസ് ഫ്രം ദ സണ്ണിൽ നിന്ന് വന്ന് അവിടുത്തെ വാട്ടറിനെ ബ്രോക്കപ്പ് ദ വാട്ടർ ഇൻറ്റു, വാട്ടർ വേപ്പർ ഫോം ചെയ്തില്ല, വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറ്റി. പിന്നെ അതിൽ നിന്ന് കമ്പൈൻ ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാസസ് ഫോം ചെയ്തു. ഓസോൺ ലെയർ ഫോം ചെയ്തു. പിന്നെ വാട്ടർ വേപ്പർ കൂൾ ചെയ്ത് റെയിനായിട്ട് മാറി. അങ്ങനെ ഓഷ്യൻസ് ഫോം ചെയ്തു. കൂടുതൽ ഡിപ്രഷനുള്ള ഏരിയ എല്ലാം ഓഷ്യൻസ് ആയിട്ട് മാറി, അല്ലാത്തത് കരപ്രദേശമായിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് ഒറിജിൻ ഓഫ് ലൈഫ്. ഒറിജിൻ ഓഫ് ലൈഫ്, ദ ഒറിജിൻ ഓഫ് ലൈഫ് ഈസ്, ഇനിയിപ്പം എർത്ത് ഫോം ചെയ്ത് യൂണിവേഴ്സ് ഫോം ചെയ്ത് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് എ യൂണിക് ഈവൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ യൂണിവേഴ്സ്. ലൈഫ് അപ്പിയർഡ് 500 million years after the formation of Earth, that is, or 4 billion years back. There are several theories to explain the origin of life. ഒറിജിൻ ഓഫ് ലൈഫ്, എങ്ങനെ ലൈഫ് ഒറിജിൻ ചെയ്തു? എർത്തും ഫോം ചെയ്തു, യൂണിവേഴ്സ് ഫോം ചെയ്തു. പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ലൈഫ് വരുന്നത് ഭൂമിയിൽ. അപ്പോൾ അതിനെക്കുറിച്ചും പല തിയറീസ്, ആ തിയറീസ് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് കേട്ടോ. അതായത് ഫസ്റ്റ് തിയറി ഓഫ് പാൻസ്പെർമിയ ഓർ കോസ്മോസോയിക് തിയറി. ഫസ്റ്റ് തിയറിയാണ് തിയറി ഓഫ് പാൻസ്പെർമിയ ഓർ കോസ്മോസോയിക് തിയറി. ഇത് പഠിക്കേണ്ടതാണ്. തിയറിയുടെ പേര് പഠിക്കുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. Early Greek thinkers thought unit of life called spores or cosmosova were transferred to different planets including Earth. നോക്കുക, അത് കോസ്മോസോയിക് തിയറി പറയുന്നത്, കോസ്മോസോ എന്ന് പറഞ്ഞാൽ സോവ എന്ന് പറഞ്ഞാൽ സ്പോസ് ആണ്. സ്പോസ്, അതായത് ഇപ്പോൾ നമ്മൾ വിത്തുകൾ ഇതില്ല, നിങ്ങൾക്കറിയാം സ്പോസ് അറിയാമല്ലോ, ബോട്ടണികൾ പഠിക്കാനാണല്ലോ. അതേപോലത്തെ അതിൽ നിന്നാണ് വെർ ട്രാൻസ്ഫേർഡ് ടു ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ് ഇൻക്ലൂഡിങ് എർത്ത്. അതാണ് തിയറി ഓഫ് പാൻസ്പെർമിയ പറയണത്. ഓരോ യൂണിറ്റ് ഓഫ് ലൈഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പോസ് ഓഫ് പാൻസ്പെർമിയ. സ്പോസ് ഓഫ് പാൻസ്പെർമിയ ഇത് എവിടെ നിന്ന് വന്നു? ഇറ്റ് കെയിം ഫ്രം ഔട്ടർ സർഫസിൽ നിന്നാവാം. അതായത് ഔട്ടർ സ്പേസ്, നമ്മൾ യൂണിവേഴ്സ് ഫോം ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊന്നും അറിയില്ല. ഇത് സ്പോസ് ഫോം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സ്പോസ് ഓഫ് പാൻസ്പെർമിയ എന്നാണ് പറയുക. സ്പോസ് ഓഫ് ഓർ കോസ്മോസോവ, അത് ട്രാൻസ്ഫർ ടു ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ്. അങ്ങനെ അതിൽ നിന്നും ലിവിങ് ഫോംസ് ഫോം ചെയ്തെന്നാണ് ആര് പറയുന്നത്? ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ്, അല്ലെങ്കിൽ കോസ്മോസോയിക് തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ കോസ്മോസോയിക് ഓർ പാൻസ്പെർമിയ, പാൻസ്പെർമിയ ഓഫ് സ്പോസ് എന്നാണ് ശരിക്കും ഉള്ളത്. പിന്നെ സ്പോസിന് പറയുന്ന വേറൊരു പേരാണ് കോസ്മോസോവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിയറിക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഔട്ടർ സ്പേസിൽ നിന്ന് വന്നതാവാം, എവിടെ നിന്നോ ഇത് വന്നു. അതാണ് ലൈഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നു. അവർ പല പ്ലാനറ്റിലോട്ട് പോയി, ഇൻക്ലൂഡിങ് എർത്തിലും വന്നു. എർത്തിൽ ജീവനുണ്ടായി, അല്ലെങ്കിൽ ലൈഫ് ഉണ്ടായി. അതാ തിയറി അവർ പറഞ്ഞ്. പക്ഷെ അതിനൊന്നും പ്രൂവ് ചെയ്യണില്ല, അവർ പറഞ്ഞു തീർക്കണേ ഉള്ളൂ. എങ്ങനെയാണ് എന്താണെന്നൊരു പറയണില്ല. അത് നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ്, സ്പോണ്ടേനിയസ് ജനറേഷൻ ഓഫ് ലൈഫ് ഓർ തിയറി ഓഫ് എബയോജെനസിസ്. സ്പോണ്ടേനിയസ് ജനറേഷൻ ഓഫ് ലൈഫ് ഓർ തിയറി ഓഫ് എബയോജെനസിസ്. അത് ടേമിൽ തന്നെ അറിയാം. എബയോജെനസിസ് അതായത് എ ആണ്, ആബ്സെൻ്റ് ആണ് അല്ല, എന്തോ സംതിങ് ആബ്സെൻ്റ് ആണ്. അത് തിയറി ഓഫ് എബയോജെനസിസ് ഓർ സ്പോണ്ടേനിയസ്, പെട്ടെന്ന് ഉണ്ടാവുന്നു ജനറേഷൻ ഓഫ് ലൈഫ്. എന്താണ് നമുക്ക് നോക്കാം. ലൈഫ് കെയിം ഔട്ട് ഓഫ് ഡീക്കിങ് ആൻഡ് റോട്ടിങ് മാറ്റർ ലൈക്ക് സ്ട്രോ, മഡ് എക്സെട്ര. ദിസ് വാസ് എ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. സ്പോണ്ടേനിയസ് ജനറേഷൻ പറയുന്നത് എന്താണ്? ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്പോണ്ടേനിയസ്ലി ഫ്രം ലൈഫ്ലെസ് മാറ്റർ. അതായത് സ്ട്രോ മഡ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫ്ലെസ് മാറ്റർ ആണ് അല്ലേ, സ്ട്രോ മഡ്. റോട്ടിങ് മാറ്റർ, ഡിക്കി, ചീഞ്ഞഴുകിയ സാധനങ്ങളാണ്. ഇതിൽ നിന്നും സ്പോണ്ടേനിയസ് ആയിട്ട് ഈ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തെന്ന് പറയുന്നതാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓഫ് ലൈഫ് ഓർ തിയറി ഓഫ് എബയോജെനസിസ്. ലൈഫ് എബയോജെനസിസ്, ബയോജെനസിസ് ലൈഫ് ഉള്ളത്, എബയോജെനസിസ് ലൈഫ് ഇല്ലാത്തത്, ആബ്സെൻ്റ് ആയിട്ട് ലൈഫ് ഇല്ലാത്തതിൽ നിന്നും സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു. ലൈഫ് കെയിം ഔട്ട് ഓഫ് ഡീക്കിങ് ആൻഡ് റോട്ടിങ് മാറ്റർ ലൈക്ക് സ്ട്രോ, മഡ് എക്സെട്ര. ദിസ് വാസ് എ തിയറി ഓഫ് സ്പോണ്ടേനിയസ്
generation. Louis Pasteur, by careful experimentation, demonstrated that life comes only from pre-existing life. He showed that in pre-sterilized flask, swan-necked flask, life did not come from killed yeast, while in another flask open to air, new living organisms arose from killed yeast. Spontaneous generation theory was dismissed once and for all. However, this does not answer how the first life form came on earth. അതായത് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂയിസ് പാസ്റ്റർ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്നാണ്. അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്തത് ഹി ഷോട്ട് ദാറ്റ് ഇൻ എ പ്രീ സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്ക് എന്ന് പറയുന്നത് സ്റ്റെറിലൈസ് ചെയ്തതിനകത്ത് ജീവൻ്റെ അംശമൊന്നുമില്ല, എല്ലാ അണുക്കളും എല്ലാം മാറ്റി സ്റ്റെറിലൈസ് ചെയ്ത ഫ്ലാസ്ക് എടുത്തു. അതിനകത്ത് കിൽഡ് ഈസ്റ്റിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. കിൽഡ് ഈസ്റ്റിനെ ഒന്ന് ക്ലോസ് ചെയ്തു, ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ലൈഫ് ഇറ്റ് ഡിഡ് നോട്ട് കം ഫ്രം കിൽഡ് ഈസ്റ്റ്. അതിൽ നിന്നും ക്ലോസ് ചെയ്തതിൽ നിന്നും ഒരിക്കലും ലൈഫ് ഉണ്ടായില്ല. പക്ഷേ അനദർ ഫ്ലാസ്ക് ഓപ്പൺ ടു എയർ, അതിൽ നിന്നും ലിവിങ്, അതിനകത്ത് കിൽഡ് ഈസ്റ്റ് ഉണ്ട്, പക്ഷേ അതിൽ നിന്നും ന്യൂ ലിവിങ് ഓർഗാനിസംസ് വന്നു കഴിഞ്ഞു. പക്ഷേ ഇവിടെ നോക്കൂ, 2 ഫ്ലാസ്ക് എടുത്തു, ഒന്ന് ക്ലോസ്, 2 സ്വാൻ നെക്കഡ് ഫ്ലാസ്ക് ആണ്. അതിൽ ഒന്ന് ക്ലോസ്ഡ് ആണ്, രണ്ടാമത്തേത് എന്താണ്, ഓപ്പൺ ആണ്. 2ൽ എന്തിട്ടു, കിൽഡ് ഈസ്റ്റിനെ ഇട്ടു. ഏതിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ലിവിങ് ഓർഗാനിസംസിനെ കണ്ടത്, ഓപ്പൺ എയറിലിരുന്നില്ലാണ്. അപ്പോൾ അത് കിൽഡ് ഈസ്റ്റിൽ നിന്നാണ് വന്നത്. അതായത് ലൈഫ്ലെസ് മാറ്ററിൽ നിന്ന്, കിൽഡ് ഈസ്റ്റ് എന്ന് പറയുന്നത് ലൈഫ്ലെസ് മാറ്റർ ആണല്ലോ അല്ലേ, അതിൽ നിന്നും ന്യൂ ഓർഗാനിസംസ് സ്പോണ്ടേനിയസ്ലി ഒറിജിനേറ്റ് ചെയ്തുവെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷെ ഒരിക്കലും ദിസ് ഡസ് നോട്ട് ആൻസർ ഹൗ ദ ഫസ്റ്റ് ലൈഫ് ഫോം കെയിം ഓൺ എർത്ത്. പക്ഷേ ഈ കിൽഡ് ഈസ്റ്റ് അതെവിടെ നിന്ന് ഫസ്റ്റ് ഫോം ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് എങ്ങനെയുള്ള ആൻസർ ഈ തിയറിയും തരുന്നില്ല. സോ ഇറ്റ്സ് ഓൾസോ ഡിസ്കാർഡഡ്. നെക്സ്റ്റ്, തിയറി ഓഫ് ബയോജനസിസ്. According to this theory, living organisms are formed from pre-existing life. Theory of biogenesis പറയുന്നത്, തിയറി ഓഫ് ബയോജനസിസ് എന്താണ്, ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അതിനും അത് സെയിം തിയറി നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് ഈ ലൂയിസ് പാസ്റ്റർ തന്നെ ആ തിയറി ഓഫ് ബയോജനസിസിനും തിയറി ഓഫ് ബയോജനസിസിനും രണ്ടിനും ലൂയിസ് പാസ്റ്റർ തന്നെയാണ് തിയറി ഓഫ് ബയോജനസിസ് ഉണ്ടാക്കിയതും തിയറി ഓഫ് എബയോജനസിസിനും ഈ സെയിം എക്സ്പെരിമെൻ്റാണ് ഈ സ്വാൻ നെക്കഡ് ഫ്ലാസ്കിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. എന്നിട്ടാണ് തിയറി ഓഫ് ബയോജനസിസ്, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്നും, അതായത് അവിടെ കിൽഡ് ഈസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഈസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട് അവിടെ അല്ലേ, അതിൽ നിന്നും ലിവിങ് ഓർഗാനിസംസ് ഫോം ചെയ്തെന്നാണ് തിയറി ഓഫ് ബയോജനസിസ് പറയുന്നത്. ഓക്കെ, ദെൻ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഏതൊക്കെ നമ്മൾ തിയറി പഠിച്ചു, തിയറി ഓഫ് പാൻസ്പേർമിയ പഠിച്ചു, സ്പോണ്ടേനിയസ് ജനറേഷൻ ഓഫ് ലൈഫ്, തിയറി ഓഫ് എബയോജനസിസ് പഠിച്ചു, തിയറി ഓഫ് ബയോജനസിസ് പറഞ്ഞു. ഇപ്പോൾ തിയറി ഓഫ് ബയോജനസിസ് പറയുന്നത് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്നാണ്. തിയറി ഓഫ് എബയോജനസിസ് പറയുന്നത് ലൈഫ്ലെസ് മാറ്റർ എന്നാണ്. അപ്പോൾ ഇതിന് രണ്ടിനിടയ്ക്കുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ലൂയിസ് പാസ്റ്റർ നടത്തിയ പ്രീ സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്കിൽ. രണ്ടിലും ലൈഫ്ലെസ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഒന്ന് കിൽഡ് ഈസ്റ്റാണ് പറയുന്നത്. ഈസ്റ്റിനൊരു ഇതുണ്ടല്ലോ, അപ്പോൾ ഒരു ഫംഗസ് ആണല്ലോ അത്, അതിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതാവാം, അതല്ലെങ്കിൽ കിൽഡ് ഈസ്റ്റ്. അപ്പോൾ രണ്ടിനും ഇടയിൽ നിന്നൊരു എക്സ്പെരിമെൻ്റ്, പക്ഷേ രണ്ടിനും ആൻസർ തരാൻ സാധിച്ചിട്ടില്ല. ഹൗ ദ ഫസ്റ്റ് ലൈഫ് ഫോം കെയിം ഓൺ എർത്ത്. സോ ഇറ്റ്സ് ഓൾസോ ഡിസ്കാർഡഡ്. നെക്സ്റ്റ്, തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. That is, religious literature tell us about theory of special creation. This theory is 3 annotations. അതായത് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ ആരായിരിക്കും, ഗോഡ് ക്രിയേറ്റ് ചെയ്തായിരിക്കും അല്ലേ. ഗോഡിന് സ്പെഷ്യൽ ക്രിയേഷനാണ്, അതായത് ഗോഡിൻ്റെ പ്രസൻസിൽ മൂലം അവിടെ ദൈവമാണ് വരുന്നത്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ഓർ സ്പീഷീസ് ഓർ ടൈപ്പ് ദാറ്റ് വി സീ ടുഡേ വെയർ ക്രിയേറ്റഡ് ആസ് സച്ച്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാത്തിനെയും അതേപോലെ ഉണ്ടായി, അതാണ് പറയുന്നത്. നമുക്ക് ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ക്രിസ്ത്യൻ സ്റ്റുഡൻസ് അറിയാം. ദൈവം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കാണുന്ന എല്ലാ ഓർഗാനിസം, മരങ്ങളുണ്ടായി, പുഴയുണ്ടായി, അങ്ങനെ ഭൂമിക്ക് ആവശ്യമുള്ള ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അതിനുശേഷം ലാസ്റ്റാണ് ജീവജാലങ്ങൾ, ജീവനുള്ള അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെന്ന് പറയുന്നു. ഓൾ ലിവിങ് ഓർഗാനിസംസ് ദാറ്റ് വി സീ ടുഡേ വെർ ക്രിയേറ്റഡ് ആസ് സച്ച്. അതാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. The diversity was always the same since creation and will be the same in future.
അതായത് സെയിം ഫ്യൂച്ചറാണ്, ഇനി ഭാവിയിലായിരുന്നാലും പിന്നെ എല്ലാം ഒരേപോലെ ആവുമെന്നാണ് പറയണത് ഡൈവേഴ്സിറ്റി. ദ എർത്ത് വാസ് അബൌട്ട് 4000 years old. ഓക്കെ, നെക്സ്റ്റ് കെമിക്കൽ എവല്യൂഷൻ ഓർ ഓർഗാനിക് എവല്യൂഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.